ഇന്ന് മനോരഥങ്ങൾ ശ്രീ എം ടി വാസുദേവൻ നായരുടെ ഏറ്റവും പുതിയ സൃഷ്ടി അത് 9 സിനിമകളായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഇതിൻ്റെ ട്രെയിലർ ലോഞ്ചാണ് അദ്ദേഹത്തിൻ്റെ 91ാം ജന്മദിനത്തിൽ നമ്മളിവിടെ ആഘോഷിക്കുന്നത്. ഒരു ചെറിയ സ്വപ്നമായി ആരംഭിച്ച അത് പലരുടെയും സ്വപ്നങ്ങൾ ചേർന്ന് ഒരു വലിയ സ്വപ്നമായി മാറിയിരിക്കുന്നു. ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഈ മുഹൂർത്തം. അതിൽ പങ്കുചേരാനെത്തിയ ഏവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഔപചാരികമായി ചിലരെ എടുത്തു പറഞ്ഞ് സ്വാഗതം ചെയ്യേണ്ടത് എൻ്റെ കടമയാണ്. എന്നാൽ അതിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ആദ്യമേ ക്ഷമിക്കണം എന്നും കൂടി പറയുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോരുത്തരും ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്. ആദ്യമായി മലയാള സിനിമയുടെ അഭിമാനമായ ശ്രീ മമ്മൂട്ടി, അദ്ദേഹത്തെ എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ന്യൂസ് വാല്യൂ, സരഗമ, സി എന്നീ 3 കമ്പനികൾക്ക് വേണ്ടിയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. മലയാള സിനിമയുടെ യശസ് ലോകത്തോളം എത്തിച്ച ശ്രേഷ്ഠരായ 3 വ്യക്തികളുണ്ട് ഇവിടെ. ശ്രീ സന്തോഷ് ശിവൻ, ശ്രീ പ്രിയദർശൻ, ശ്രീ സാബുസരൻ. ഇവർ 3 പേരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ഇവരെ കൂടാതെ ഡയറക്ടേഴ്സ് ശ്രീ ജയരാജ്, ശ്രീ ശ്യാമപ്രസാദ്, ശ്രീ രഞ്ജിത്ത്, ശ്രീ മഹേഷ് നാരായണൻ, ശ്രീ രതീഷ് അമ്പാട്ട്, കൂടാതെ സിദ്ദിഖ, ഇന്ദ്രജിത് സുകുമാരൻ, വിനീത്, നദിയ മൊയ്തു, അപർണ ബാലമുരളി, അനുമോൾ, ഇവിടെ അങ്ങനെ ഒരുപാട് പേര് എത്തിയിരിക്കുന്നു. എല്ലാവരെയും പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരു സായാഹ്നം മുഴുവൻ മതിയാവില്ല. അതുകൊണ്ട് എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഞങ്ങളുടെ പ്രത്യേക ക്ഷണപ്രകാരം ഇവിടെ എത്തിച്ചേർന്ന ശ്രീ പി കെ കൃഷ്ണദാസ്, നാഷണൽ കൗൺസിൽ മെമ്പർ BJP, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. It is my honor and privilege to welcome esteemed guests from the ZEE5, the OTT platform which will be releasing Manorathangal. Mr. Puneet Goenka, Managing Director and CEO. Mr. Umesh Bansal, Chief Business Officer, Zee Studios and Zee Music. Mr. Manish Kalra, Chief Business Officer, ZEE5 India. Mr. Siju Prabhakaran, Chief Cluster Officer, South. Ms. Anuradha Gudur, Chief Content Officer, Zee Telugu and Zee Kerala. Also present here today are the top officials from the producers, Saregama India, Mr. Vikram Mehra, Managing Director, Saregama, Mr. Siddharth Anand Kumar, Senior Vice President, Films, Events and AAR, as well as Mr. Rohandeep Singh and Mr. Rajesh Kejriwal of Jumping Tomatoes. We welcome all of you warmly to this evening. I also would like to welcome members of News Value team, News Value Productions, who have made this possible. My welcome is also extended to all our friends from the media who have come here to cover this event. Thank you very much for your presence and wish you all a pleasant evening. ട്രെയിലർ ലോഞ്ചിൽ എൻ്റെ എല്ലാവരുടെ ആശംസകൾ നേരുന്നു. വളരെയധികം ആഗ്രഹിച്ചാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന്. പക്ഷേ ഷൂട്ടിംഗായിട്ട് ഞാൻ മൂലി എന്ന ഗ്രാമത്തിലാണ്, അത് ഗുജറാത്തിലാണ്. ഇവിടുന്ന് എത്തുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. എംടിഷാന്റെ തിരക്കഥകളിൽ ഒരുപാട് തിരക്കഥകൾ അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ചൊരു നടനാണ് ഞാൻ. പക്ഷേ ഈ സിനിമ എനിക്ക് ഒരുപാട് പ്രത്യേകത ഉള്ള സിനിമയാണ്. വന്ന് ഗുണവും തീരവും എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ സിനിമ ഏതാണ്ട് 50 വർഷത്തിലേറെയായി അത് റിലീസായിട്ടും അത് വീണ്ടും അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. മധുസാലും ഷാനന്ദിനിയും ഒക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. PM സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിലുപരി എനിക്ക് പറയാനുള്ളത് ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകൻ പ്രിയദർശൻ. അദ്ദേഹമാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രിയൻ്റെ സിനിമയിലേക്കുള്ള വരവ് തന്നെ
സാറിൻ്റെ നോവലുകളും ചെറുകഥകളും തിരക്കഥകളും വായിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സാറിൻ്റെ തിരക്കഥയിൽ ഒരു സിനിമ ചെയ്യാറുള്ളത്. ഞാൻ പലപ്പോഴും സാറിനോട് അതിനെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ചില കാരണങ്ങളാണ് അത് നടക്കാതെ പോയി. അതിൻ്റെ ഒരു സാക്ഷാത്കാരം കൂടെയാണ് ഈ സിനിമ. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു. ഈ മനോരഥം വലിയ വിജയമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിലുപരി എം ടി സാറിന് എൻ്റെ ഹൃദയം തമ്മിൽ പിറന്നാൾ ആശംസകൾ ഈ അവസരത്തിൽ ഞാൻ അർപ്പിക്കുന്നു. സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. സ്വപ്നം കാണുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവം നല്ലൊരു നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ സിനിമ സ്വപ്നം കണ്ടു. അതിനു മുമ്പ് ആ സ്വപ്നം കാണൽ എന്ന് പറയുന്നത് എന്നോടൊപ്പം ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ഒരു സിനിമ, ഒരുപാട് സിനിമകൾ 97 സിനിമയോട് അടുപ്പിച്ച് ചെയ്ത് ഞാൻ നിൽക്കുകയാണ്. പക്ഷേ ഈ മൂമെൻ്റ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ MT വാസുദേവൻ നായർ പ്രിയദർശൻ ഒരു തിരശ്ശീല എഴുതി കാണണം എന്ന സ്വപ്നം സിനിമ തുടങ്ങുന്നതിന് മുൻപ് മനസ്സിൽ കൊണ്ടിറങ്ങുന്ന ഒരാളാണ് ഞാൻ. അതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും ഒരിക്കലും എനിക്ക് സാധിച്ചില്ല. പക്ഷേ ആ മോഹം ഏകദേശം കൈവിട്ട സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. അതിന് സത്യമായി ഞാൻ ഈശ്വരനോട് ഞാൻ നന്ദി പറയാണ്. ഈശ്വരൻ കൊണ്ട് തന്നൊരു ചാൻസായിട്ട് ഞാൻ കാണുന്നത്. എനിവേ അങ്ങനെ ഒരു വലിയ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം ആയിട്ട് മനസ്സെന്ന് പറഞ്ഞാൽ എന്നോട് നിൽക്കുകയാണ്. 2 സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒന്ന് ശിലാലേഖനങ്ങൾ, ഒന്ന് ഓളവും തീരും. ഓളവും തീരും എന്നുള്ള സിനിമ ചെയ്യാനുള്ള കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ തുടങ്ങിയത് ഓളവും തീരവും എന്നുള്ളൊരു തിരക്കഥ വായിച്ചിട്ടാണ്. അന്നാണ് ഒരു സിനിമ സംവിധാനം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കുമെന്ന് വിചാരിച്ചില്ലെങ്കിലും അത് സംഭവിച്ചതിന് സർവേശ്വരനോട് നന്ദി. സാറിന് ഒരു നല്ല ജന്മദിനം കൂടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അല്ലെങ്കിൽ സിനിമാക്കാരനോ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇപ്പം അങ്ങനെയൊന്നല്ല. എൻ്റെ കുടുംബത്തിലൊരു അംഗത്തെ പോലെയാണ്. ആദ്യം അദ്ദേഹം ഇപ്പം ഞാൻ കാണുന്നതിന് മുമ്പ് ഞാൻ MT ഒരു ആരാധകനായിരുന്നു. സാഹിത്യകാരനായ MT എല്ലാ കൃതികളും ഞാൻ വായിച്ചിട്ടുണ്ട്. നേരിട്ട് പരിചയപ്പെടുന്നത് മുറപ്പണിൻ്റെ ഷൂട്ടിംഗ് സമയത്താണ് അദ്ദേഹത്തെ കാണുന്നത് പരിചയപ്പെടുന്നത്. അതിനുശേഷം പിന്നെ വളരെ 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 അടുത്തു. അത് കഴിഞ്ഞ് ഞാൻ സിനിമാക്കാരനാണെന്നും MT സാഹിത്യകാരനാണെന്നുള്ള കാര്യം ഇപ്പം പറഞ്ഞിട്ട് ഞങ്ങൾ ഏതായാലും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ എല്ലാ വർഷവും ഞാൻ MTയുടെ പിറന്നാളിൻ്റെ പുറകെ ഞാനുണ്ടാവും. എൻ്റെ പിറന്നാളിൽ ഞാൻ ഓടി എത്തുമ്പോൾ MT പിന്നെ ഒരു 3 കുറച്ച് നാൾ 3 മാസം കഴിഞ്ഞില്ല മുമ്പേ കൂടെ എത്താൻ പറ്റില്ല. ഇത്തവണയും അങ്ങനെയാണ്. ഇന്നിപ്പം MTയുടെ പിറന്നാളിന് ഞാനിപ്പോൾ എത്തി. പക്ഷെ ഞാനങ്ങനെ അടുത്ത് ഞാൻ കൂടെ എത്താം എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഞാനവിടെ എത്തുമ്പോൾ MT 2-3 മാസം മുമ്പേ എത്തും. അങ്ങനെ ഞാൻ MTയും കൂടെ കുറേ വർഷങ്ങളായിട്ട് മാസങ്ങളുടെ വ്യത്യാസത്തിൽ MT മുമ്പേയും ഞാൻ മുമ്പേയായിട്ട് കഴിഞ്ഞു പോകുന്നു. ശരിയാണ്. കുറേ നാളിങ്ങനെ ഓടി കഴിഞ്ഞിട്ട് കുറേ കഴിയും MT തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ കാണില്ല. ഞാൻ തറവാട്ടിൽ പോയിട്ട് സാരമില്ല, എല്ലാവർക്കും തറവാടി പോകാതെ നിർത്തില്ല. ഏതെങ്കിലും ഒരു കാലത്ത് MT തറവാട്ടിലേക്ക് വരുമ്പോൾ ഞാനവിടെ ഉണ്ടാവും MTയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അന്ന് അവിടുന്ന് ഓട്ടം തുടങ്ങിയ മുമ്പ് ഇവിടുന്ന് ഞാനായിരിക്കും കുറേ അനുകരിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കും. ഏതായാലും വളരെ സന്തോഷമുള്ളൊരു മോമെൻ്റാണ്. MTയെ കുറിച്ച് 2 വാക്ക് പറയാൻ സാധിക്കുക. വളരെ വളരെ അധികം MTയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ എന്ത് പറയണമെന്ന് അറിയാൻ പാടില്ലെന്നാണ് ഞാൻ ഈ മുമ്പും മുൻപും ഓട്ടത്തിനെ കുറിച്ച് പറഞ്ഞത്. MT എൻ്റെ വീട്ടിലെ ഒരു അംഗമാണ്. ചുരുക്കം പറഞ്ഞാൽ എനിക്ക് ആ ഒരു മോളെ ഉള്ളൂ. അവളുടെ വിവാഹത്തിന്
MD വന്നിരുന്നു. ഞാൻ അന്ന് ചെയ്യേണ്ട ചടങ്ങുകളെല്ലാം ആ കതിർമണ്ഡപത്തിൻ്റെ അടുത്ത് നിന്ന് ചെയ്തത് MD-യാണ്. അപ്പോൾ അറിയാതെ ഞങ്ങൾ തമ്മിലുള്ള അടുപ്പത്തിലാണ്. പിന്നെ ഞാൻ വലിയ ഭക്തനല്ല, MD അങ്ങനെ വലിയ ഭക്തനല്ല. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് ശബരിമലയിൽ പോയിട്ടുണ്ട്. ഇതിനങ്ങനെ പറഞ്ഞു വന്നാൽ വളരെ അധികം സിനിമ ലൊക്കേഷൻസിൽ വെച്ച് കണ്ടത്, അല്ലാതെ സുഹൃത്ത് വേദികളിൽ വെച്ച് കണ്ടത്, വീട്ടിൻ്റെ വീട്ടിലും MD-യുടെ വീട്ടിലും വെച്ച് കണ്ടത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അത് പറയാനുള്ള വേദി എന്നത് ഞാൻ അതേ സമയം എടുക്കുന്നില്ല. MD ഇനിയും ഇത്രയും വർഷങ്ങൾ ജീവിച്ചിരിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ സാഹിത്യം വലിയ തുടരട്ടെ. നമുക്കിനി ധാരാളം കൃതികൾ സാഹിത്യത്തിലും സിനിമയിലും MD കിട്ടാറുണ്ട്. അത് കിട്ടട്ടെ. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനും സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ചുരുക്കുന്നു. മലയാളത്തിലെ ഏറ്റവും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. നമ്മൾ നാലുകെട്ടും മഞ്ഞും കുട്ടിയെടുത്തിയും ഒക്കെ വായിക്കുമ്പോൾ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല നമ്മളെ അക്ഷരങ്ങളുടെ ഈ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ ശ്രീ MT വാസുദേവൻ നായരുടെ 91-ാം പിറന്നാളിന് അദ്ദേഹത്തോടൊപ്പം ഒരു വേദി പങ്കിടാൻ സാധിക്കുന്നു. അപ്പോൾ ഇന്ന് അദ്ദേഹത്തോടൊപ്പം ഈ വേദിയിൽ വന്നിരിക്കാൻ സാധിച്ച നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. സിനിമയിൽ വന്ന് ഒരു നടനായി ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങുന്ന കാലത്ത് മുതലേ എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രമായി സ്ക്രീനിൽ വരണം. MT-യുടെ ഒരു കഥാപാത്രം ഇങ്ങനെ ചെയ്യാൻ സാധിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു നടനും ഉണ്ടാവില്ല. ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായ കമൽഹാസൻ ഒരിക്കൽ പറഞ്ഞു, കന്യാകുമാരി എന്ന ചിത്രത്തിലൂടെ തൻ്റെ അഭിനയ ജീവിതം തുടങ്ങാൻ സാധിച്ചെങ്കിലും പിന്നീട് MT സാറിൻ്റെ ഒരു കഥാപാത്രമാവാൻ അദ്ദേഹത്തിന് ഭാഗ്യം സിദ്ധിച്ചില്ല. അത് ധാരാളമായി കിട്ടിയത് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെയാണ്. എനിക്ക് അവരോട് കടുത്ത അസൂയയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ശരിയാണ്, മമ്മൂക്കും ലാലിനും കിട്ടിയതുപോലെ MT സാറിൻ്റെ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ആർക്കും കിട്ടിയിട്ടില്ല. അതങ്ങനെയാണല്ലോ, ഈ അമൂല്യമായതെന്തും നമുക്ക് അപൂർവമായിട്ടല്ലേ ലഭിക്കുകയുള്ളൂ. അത് എല്ലാവർക്കും ആ ഭാഗ്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരുപാട് മോഹിച്ച് എനിക്ക് അവസാനം അഭയം തേടി വീണ്ടും എന്ന ചിത്രത്തിൽ, സന്തോഷ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അത് ഞാൻ അതിന് MT സാറിനോടും സന്തോഷത്തിനോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. MT സാറിൻ്റെ കഥകൾ വായിക്കാൻ സാധിച്ചതും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിച്ചതും വലിയ ഭാഗ്യമാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണ്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളായി അഭിനയിക്കാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണ്. ഇന്ന് അദ്ദേഹത്തോടൊപ്പം ഈ വേദി പങ്കിടാൻ സാധിച്ചത് മഹാഭാഗ്യമാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യങ്ങളും നേരുന്നു. ദൈവം ആയുസ് കൊടുക്കുന്നിടത്തോളം കാലം സമാധാനവും സന്തോഷവും ഐശ്വര്യങ്ങളും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. മനോരഥങ്ങളെന്ന ഈ ആന്തോളജി ഫിലിം ഒരു വലിയ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി. സർ, എൻ്റെ പിറന്നാൾ ആശംസകൾ. എത്തിക്കുകയാണ്. അടുത്തതായി അഭയം തേടി വീണ്ടും എന്ന ഈ സിനിമയുടെ സംവിധായകനും ഇന്ത്യൻ സിനിമയുടെ തന്നെ തിലകക്കുറിയുമായ സന്തോഷ് ശിവൻ സാറിനെ നമ്മൾ നമ്മുടെ ഒരു സ്നേഹാദരം അർപ്പിക്കുന്ന സമയമാണ്. അതിനുവേണ്ടി ചീഫ് ക്ലസ്റ്റർ ഓഫീസർ സൗത്ത് ശ്രീ ഷിജു പ്രഭാകരനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. സന്തോഷ് ശിവൻ സാറിന് പെട്ടെന്ന് പോകേണ്ടതുണ്ട്, പക്ഷേ ഞങ്ങളുടെ സ്നേഹം അറിയിക്കാതെ അദ്ദേഹത്തെ ഞങ്ങൾക്ക് ഇവിടുന്ന് വിടാൻ സാധിക്കുകയില്ല. Mr. Shiju, please come and join us for the honoring ceremony. സന്തോഷ് ശിവൻ സാറിന്റെ അഭയം തേടി വീണ്ടും എന്ന ഈ സിനിമയ്ക്ക് വേണ്ടി ഈ പുരസ്കാരം ഇവിടെ സമർപ്പിക്കുകയാണ്. Mr. Shiju Prabhakaran, Chief Cluster Officer South, will now give the memento for Santhosh Shivan sir. C5 സരിഗമയിൽ ചേർന്ന് ഒരുക്കുന്ന മനോരഥങ്ങൾ എന്ന ആന്തോളജിയിലെ അഭയം തേടി വീണ്ടും എന്ന സിനിമയുടെ സംവിധായകനാണ്. സർ, 2 വാക്ക് MT സാറിന് വേണ്ടി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.
C5 നിങ്ങൾക്ക് മുൻപിലേക്ക് കൊണ്ടുവരുന്ന മനോരഥങ്ങൾ എന്ന ഈ ഒരു ആന്തോളജി MD സാറിനെ വായിക്കാത്ത മലയാളികളില്ല. എൻ്റെയും ബാല്യ കൗമാരങ്ങളെ സമ്പന്നമാക്കി സമൃദ്ധമാക്കിയത് നാലുകെട്ടും കാലവും തുടങ്ങിയുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ കഥകൾ തന്നെയാണ്. സിനിമയിലേക്ക് എത്തിയപ്പോൾ ഏതൊരു സംവിധായകനും ആഗ്രഹിക്കുന്നത് പോലെ MD സാറിൻ്റെ ഒരു തിരക്കഥ സിനിമയാക്കാമെന്നൊരു ആഗ്രഹവും സ്വപ്നവും എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും അദ്ദേഹത്തിനോടത് ചോദിക്കുവാനുള്ള ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നില്ല. അതിനുള്ള യോഗ്യത അർഹത എനിക്കുണ്ടോ എന്നുള്ള ഉറപ്പ് എനിക്കില്ലാതിരുന്നത് തന്നെയാണ്. പക്ഷേ അത്ഭുതകരമായിട്ട് അദ്ദേഹത്തിലേക്കുള്ള വഴി എൻ്റെ മുമ്പിൽ തുറക്കപ്പെടുകയായിരുന്നു. അതിന് കാരണക്കാരനായത് സദയത്തിൻ്റെ നിർമ്മാതാവായ ശിവനാഥ് വിജയകുമാറാണ്. ആദ്യമായിട്ട് അദ്ദേഹത്തിനോട് ഈ പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നിർദ്ദേശിച്ചത് ജൂലിയസ് സീസറിൽ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് അദ്ദേഹത്തോടൊപ്പം ലൊക്കേഷൻ തേടി മൈസൂർ ഭാഗങ്ങളിലൊക്കെ പോകാനുള്ളൊരു ഭാഗ്യവുമുണ്ടായി. എന്നാൽ അത് ഒരു വലിയ പ്രൊജക്റ്റായിട്ടാണ് വിഭാവനം ചെയ്തത്. മലയാളത്തിലെ ഏറ്റവും മുഖ്യ അഭിനേതാക്കളായ ശ്രീ മമ്മൂട്ടിയും ശ്രീ മോഹൻലാലും ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ ഭാഷകളിലെ പ്രധാനപ്പെട്ട അഭിനേതാക്കളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു മെഗാ പ്രോജക്റ്റായിട്ടാണ് അതിന് കൺസീവ് ചെയ്തത്. പക്ഷെ അന്നത്തെ മലയാള സിനിമയുടെ സാഹചര്യങ്ങളിൽ അത്ര വലിയൊരു ബഡ്ജറ്റ് ഒരു സിനിമ ചെയ്യാനുള്ള ഒരു സ്പേസ്, ഒരു മാർക്കറ്റ് മലയാളത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് MD സാർ തന്നെയാണ് നിർദ്ദേശിച്ചത് നമുക്ക് നമ്മുടെ പരിധികൾ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു സിനിമ ചെയ്യാമെന്ന്. അങ്ങനെയാണ് സദയത്തിലേക്ക് എത്തുന്നത്. സദയം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സമ്മർദ്ദം അനുഭവിച്ച ഒരു ഘട്ടം എന്ന് പറയുന്നത് കോഴിക്കോട് ഷൂട്ട് ചെയ്യുമ്പോഴും സാറ് ലൊക്കേഷനിലേക്ക് വരുന്ന സമയങ്ങളാണ്. എപ്പോഴൊന്നും സാർ വരാറില്ല, പക്ഷേ വരുന്ന ചില മണിക്കൂറുകൾ ഇതിലേറ്റവും കടുത്ത സമ്മർദ്ദത്തിലായിരിക്കും. കാരണം ഞാൻ ചെയ്യുന്നതൊക്കെ അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണോ, അദ്ദേഹം ഉദ്ദേശിച്ചതാണോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വല്ലാത്ത പേടിയുണ്ടായിരുന്നു. പിന്നീട് ആ സിനിമയുടെ ഡബിൾ പോസിറ്റീവ് മദ്രാസ് കാണാനായിട്ട് അദ്ദേഹം എത്തിയപ്പോൾ അതിൻ്റെ ഷോ കഴിയുന്ന സമയത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പരീക്ഷയുടെ റിസൾട്ട് അറിയാൻ കാത്തു നിൽക്കുന്ന ഒരു കുട്ടിയെ പോലെ നിൽക്കുകയായിരുന്നു. അദ്ദേഹം എന്താണ് പറയാൻ പോവുക, അദ്ദേഹം ഉദ്ദേശിച്ചൊക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ആ ഭയത്തോടുകൂടി ഞാൻ നിൽക്കുമ്പോൾ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുണ്ടിൻ്റെ ഒരു കോണിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ അങ്ങനൊരു ബോധ്യം എൻ്റെ ഉള്ളിലുണ്ടാകുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ ആ സിനിമയോടുള്ള അത് കണ്ടതിൻ്റെ ഒരു പ്രതികരണമായിട്ട് ഞാൻ ഏറ്റെടുത്തു. അതാണ് ശരിയെന്ന് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പലപ്പോഴായിട്ട് പല ഘട്ടങ്ങളിൽ അദ്ദേഹം പലയിടത്തും പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ആ സിനിമ അദ്ദേഹം ആഗ്രഹിച്ച പോലെ അതൊക്കെ അത് ചെയ്യാനുള്ള ഒരു പ്രാപ്തി എനിക്കുണ്ട് എന്ന് അദ്ദേഹം പലയിടത്തും പറഞ്ഞതും എന്നെ സംബന്ധിച്ചോളം എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരങ്ങളാണ്. ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങൾ നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ആയുസ്സും ആരോഗ്യവും എല്ലാം സന്തോഷമാക്കട്ടെ. ഇനിയും അദ്ദേഹത്തിൻ്റെ വാക്കുകളും വരികളും നമ്മളെ ആസ്വദിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. അടുത്തതായി സംവിധായകനായ എഴുത്തുകാരൻ. തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ച പോലെ മലയാളത്തിലെ സാങ്കേതിക പ്രവർത്തകരുടെ മുഴുവൻ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. സാറിന് ജന്മദിനാശംസകൾ നേരുകയാണ്. MD സാറിൻ്റെ എഴുത്തിനെ കുറിച്ചോ തിരക്കഥയെക്കുറിച്ചോ സിനിമയെക്കുറിച്ചോ ഇവിടെ സംസാരിക്കുന്നതിൽ പ്രസക്തിയില്ല. കാരണം ആയിരക്കണക്കിന് വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ രചനയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. വിമർശകർ, ഗവേഷകർ ഇപ്പോഴും ആ എഴുത്ത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം
ഒരു കഥാകൃത്തിൻ്റെ ആർക്കിടൈപ്പ് ആരാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് MT വാസുദേവൻ എന്നാണ്. നമ്മളുടെ സാധാരണ ജീവിതത്തെയാണ് അദ്ദേഹം തൻ്റെ രചനയ്ക്ക് വിഷയമാക്കിയത്. ഒറ്റപ്പെടുന്നവരുടെ, ഏകാഗ്രകളുടെ, തിരസ്കൃതരുടെ ഒക്കെ ജീവിത പരിസരത്തിലൂടെയാണ് അദ്ദേഹം സഞ്ചരിച്ചത്. തനിക്ക് ഏറെ പരിചയമുള്ള മനുഷ്യരെയും ഭൂവിഭാഗങ്ങളെയും പറ്റി മാത്രമേ MT എഴുതിയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്കവാറും എഴുത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നീളാനദി കാണും, യമുന, എനിക്ക് തോന്നുന്നു ഗംഗ നദിയെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നത് അവസാന കാലത്ത് വാരണാസിയിലാണ് എന്ന് തോന്നുന്നു. അതുവരെ അദ്ദേഹത്തിന് നിളയുടെ പരിസരങ്ങളും വിട്ട് അദ്ദേഹത്തിൻ്റെ എഴുത്ത് സഞ്ചരിച്ചിട്ടില്ല. അപൂർവമായി സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ എല്ലാവരും വാഴ്ത്തുന്ന രണ്ടാം ഊഴം എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ സെക്കൻഡ് ഫിഡിൽ എന്ന് വിളിക്കാവുന്ന, എപ്പോഴും രണ്ടാമതായി പോകുന്ന ആളുകളുടെ ബോധധാരയിലായിരുന്നു MT വാസുദേവൻ നായരുടെ ശ്രദ്ധ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ. അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു ഹോമേജാണ് ഈ സരിഗമ ഇപ്പോൾ C5മായി ചേർന്ന് ഇവിടെ ഇന്ന് ലോഞ്ച് ചെയ്യുന്ന ഈ 9 സിനിമകളുടെ സമാഹാരം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള സംവിധായകർ, അതിൽ വെറ്ററൻ ഡയറക്ടേഴ്സ് മുതൽ രതീഷിനെയും മഹേഷിനെയും പോലുള്ള പുതിയ തലമുറയിലെ ആളുകൾ വരെയുണ്ട്. ശ്രീ മമ്മൂട്ടി, ശ്രീ മോഹൻലാൽ, ഫഹദ്, ബിജു മേനോൻ തുടങ്ങി ഒട്ടനവധി പ്രധാനപ്പെട്ട നടീനടന്മാർ, അമർന്ന, പാർവതി എല്ലാം അഭിനയിച്ചിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ 91ാമത്തെ പിറന്നാളിൽ ഇന്ദ്രജിത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട നടീനടന്മാരും ഏറ്റവും മികച്ച സംവിധായകരും ഏറ്റവും മികച്ച സാങ്കേതിക പ്രവർത്തകരും ചേർന്ന് ഈ സിനിമയുടെ ഒരു ആന്തോളജി അദ്ദേഹത്തിൻ്റെ 91ാം പിറന്നാളിൽ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഭിമാനം തോന്നുന്ന ഒരു മുഹൂർത്തമാണ്. I wholeheartedly want to express my gratitude to Saregama for making possible this dream, and the whole industry will be indebted to you forever for making this possible. And I am also expressing my gratitude to C5 to support the project. Thank you so much, Team Saregama and Team C5. അവസാനമായി പറയാനുള്ളത്, MT സാർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാകാരനെ കുറിച്ച് എഴുതിയ ഒരു വാചകം ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുകയാണ്. അത് എനിക്ക് എൻ്റെ കമ്മ്യൂണിറ്റിക്ക് സാറിനോട് പറയാനുള്ളതാണ്. അത് ബഷീറിനെ കുറിച്ച് അങ്ങ് എഴുതിയതാണ്. എൻ്റെ ഈ മരുപ്പറമ്പിൽ ഇത്തിരി വട്ടത്തിൽ തണലും തണുപ്പും സുഗന്ധവും തന്ന പൂമരം മുളപ്പിച്ച കാലത്തിൻ്റെ ഉർവരതയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. MTയെ നന്ദി പറയുന്നു. വ്യക്തിപരമായി ഒരു ചെറിയ സംഗതി കൂടി പറയണം. ഈ വേദിയിൽ സാറിൻ്റെ മുമ്പിൽ എന്ന് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ 90കളുടെ ആദ്യം സാഹിത്യ വിമർശനത്തിൽ കൈവച്ച് ലേഖനങ്ങൾ നിരന്തരം ആഴ്ചപ്പതിപ്പുകൾ കഴിക്കുമ്പോൾ മടക്ക തപാലിൽ തന്നെ അത് കൃത്യമായി കിട്ടിയിരുന്നു. ഒന്നും പ്രസിദ്ധീകരിച്ചിരുന്നില്ല. 98-ൽ KP അപ്പൻ എന്ന മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ നിരൂപകനെ അതിനിശ്ചിതമായി വിമർശിച്ച് ഞാൻ എഴുതിയ ഒരു ലേഖനം ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് അയച്ചു കൊടുത്തു. എന്നെ ഞെട്ടിച്ചുകൊണ്ട് 2 ആഴ്ച കഴിഞ്ഞ് അത് പ്രസിദ്ധീകരിച്ചു. അന്ന് പത്രാധിപർ ശ്രീ MT വാസുദേവൻ നായരായിരുന്നു. എന്നെ പോലെ ആയിരക്കണക്കിന് എഴുത്തിലേക്ക് വരാൻ വെമ്പി നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് വഴികാട്ടിയ ഒരു പത്രാധിപർ കൂടിയായിരുന്നു MT എന്നുള്ളത് ഈ അവസരത്തിൽ മറന്നു പോകരുത്. ഒപ്പം നിലപാടുകൾ പറഞ്ഞാൽ ചിറകുകൾ അറിയപ്പെടും എന്ന ഒരു കാലത്ത് നിന്നുകൊണ്ട് തൻ്റെ പ്രായം മറ്റാരേക്കാളും താൻ ചെറുപ്പമാണ് എന്ന് വിപ്ലവകരമായി ഉറക്കെ പ്രഖ്യാപിക്കുന്ന MT വാസുദേവൻ നിലപാടുകൾക്കും കാലത്തെ ജയിക്കാനുള്ള കരുത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
വാസുവേട്ടൻ എന്ന് ഞാൻ വിളിക്കുന്നത് എന്ന് സംശയമുണ്ടാകും പലർക്കും. പക്ഷെ അത് ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് അദ്ദേഹം തരാതെ തന്ന ഒരു അനുവാദമാണ്. മനോരഥ ഇതിൻ്റെ ഭാഗമായി ഒരു സിനിമ സംവിധാനം ചെയ്യാൻ കഴിഞ്ഞത് ഭാഗ്യമായി തന്നെ കരുതുന്നു. അതും എനിക്ക് പ്രിയപ്പെട്ട 2 കഥകൾ, അതിൽ എനിക്ക് പ്രിയപ്പെട്ട ഞാൻ ഏറെ ആദരിക്കുന്ന മലയാളത്തിൻ്റെ മമ്മൂക്ക അഭിനയിക്കുന്നു. നന്ദി എല്ലാവർക്കും ഈ സമയത്ത് പറയുന്നു. നന്ദി. എല്ലാവരെയും പോലെ ഏതാണ്ട് 55 വർഷങ്ങൾക്ക് മുൻപ് ആദ്യമായി വാസുവേട്ടൻ്റെ കഥകൾ വായിച്ച ദിനങ്ങൾ ഞാൻ ഓർക്കുന്നു. ഓരോ കഥകളും ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുന്നു. ഓരോ പ്രായത്തിലും ആ കഥയ്ക്ക് പുതിയ പുതിയ മാനങ്ങൾ വരുന്നു. ഇന്നും വാസുവേട്ടൻ എഴുതിക്കൊണ്ടിരിക്കുന്നു നിത്യഹരിത നായകനെ പോലെ. ജീവിതത്തിലെ വലിയൊരു സ്വപ്നങ്ങൾ ഞാൻ ഭരതേട്ടനോട് വർക്ക് ചെയ്യുമ്പോൾ ആദ്യമായി ഭരതേട്ടൻ്റെ കയ്യിൽ തന്ന തിരക്കഥ ഋഷ്യശങ്കർ എന്ന പേരിലുള്ള വൈശാലിയുടെ തിരക്കഥ. വാസുവേട്ടൻ്റെ കയ്യക്ഷരം കണ്ട് ഞാൻ കോരിത്തിരിച്ചു. ആ തിരക്കഥ വായിക്കുമ്പോൾ മനസ്സിലൂടെ ഓടിയെത്തുക ഞാൻ എന്നും ആരാധിക്കുന്ന വാസുവേട്ടനെ അയച്ചു. പിൽക്കാലത്ത് വാസുവേട്ടൻ്റെ കൂടെ ആ സിനിമ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ നിമിഷവും ആ സിനിമയുടെ ചിത്രീകരണ സമയത്തൊക്കെ വാസുവേട്ടനെ ഇങ്ങനെ അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കാണുമ്പോൾ അതിൻ്റെ എഡിറ്റിംഗ് സമയത്ത് പോലും കൂടെ ഇരുന്ന ഭരതേട്ടൻ പോലും ഒരിക്കൽ ഏതാണ്ട് പതറിയ നിമിഷത്തിൽ വാസുവേട്ടൻ വന്നിറങ്ങി അതിൻ്റെ ഓരോ അംശവും ഒരു പൂർണ്ണ എഡിറ്ററെ പോലെ എഡിറ്റ് ചെയ്ത് ഇന്ന് നമ്മൾ കാണുന്ന വൈശാലി ആ രൂപത്തിലാക്കി. ഞാൻ അത്ഭുതത്തോടെ എന്നും കാണുന്ന വാസുവേട്ടൻ. ഒരു സിനിമ ചെയ്യണം എന്ന് പ്രിയേട്ടൻ പറഞ്ഞതുപോലെ മറ്റ് സംവിധായകർ പറഞ്ഞതുപോലെ ഞാനും ആഗ്രഹിച്ചിരുന്നു. വലിയ സ്വപ്നമാണ്. ആദ്യം തന്നെ നടന്നതിന് ഞാൻ വാസുവേട്ടനോട് ചോദിച്ചിരുന്നു, തിരക്കഥ തീർച്ചയായും ചെയ്തു തരാമെന്ന് പറഞ്ഞത്. പക്ഷേ എൻ്റെ ഒരു പക്ഷേ എഴുതിയാണ് കൊണ്ട് മറ്റ് സിനിമകളിലേക്കൊക്കെയാണ് ഇന്ന് ഈ നിമിഷം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അർത്ഥവത്തായ നിമിഷമാണ്. എനിക്ക് അശ്വതി ഒരു സ്വാതന്ത്ര്യം തന്നു. ഈ 10 കഥകളിൽ ഇഷ്ടമുള്ള തിരഞ്ഞെടുത്തു. ഞാൻ പറഞ്ഞു എനിക്ക് സ്വർഗം തുറക്കുന്ന സമയം. ഒരിക്കൽ എന്നും കാലത്തെ അതിജീവിക്കുന്ന ഒരു കഥയാണ്. ഒരു കഥാകാരൻ്റെ കഥ ജീവിതത്തിൽ എല്ലാ കാലത്തും അർത്ഥവത്താവുമ്പോഴാണ് അത് മഹത്തരമാകുന്നത്, ലോകോത്തരമാകുന്നത്. ഒരിക്കൽ ആൾക്കൂട്ടത്തിൽ തന്നെ എന്ന സിനിമ പുറത്തിറങ്ങുമ്പോൾ അന്ന് ഏറ്റവും റിലവൻ്റായ ടോപ്പിക്കായിരുന്നു. ഇന്ന് സ്വർഗം തുറക്കുന്ന സമയം വീണ്ടും റിലവൻ്റായ ടോപ്പിക്കായി മാറുന്നു. ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ വേണ്ടി നെടുമുടി വേണു വരുമ്പോൾ നിയോഗം നിമിത്തം എന്ന വാക്കുകളൊക്കെ ഞാൻ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അദ്ദേഹത്തെ കണ്ടപ്പോൾ ആ ശൈലിയിൽ കിടക്കുമ്പോൾ ജീവിതത്തിൻ്റെ അവസാന രംഗം അഭിനയിക്കാൻ കിടക്കുമ്പോൾ എൻ്റെ മനസ്സ് പ്രാർത്ഥിക്കുകയും ഇതൊരിക്കലും അദ്ദേഹത്തിൻ്റെ സ്വർഗം തുറക്കുന്ന സമയമാവരുത്. പക്ഷേ ഒരുപക്ഷെ വേണിച്ചേട്ടനും അറിയാമായിരുന്നു എന്ന് തോന്നുന്നു. അതിന് ചിത്രീകരണ വേളയിൽ മുഴുവൻ ഞാനും മിക്കവാറും അടുത്തിരുന്ന് കാര്യങ്ങൾ വിളിഞ്ഞു. പിന്നീട് ആഴ്ചകൾക്ക് ശേഷം അദ്ദേഹം ആശുപത്രിയിലായി. അവിടെ തൻ്റെ സഹധർമ്മിണിയെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈയിടെ ഒരു സിനിമ അഭിനയിച്ചു വാസുവേട്ടൻ. അതിൽ ഇതുപോലൊരു രംഗമുണ്ട്, ഞാനിപ്പോൾ കിടക്കുന്നത് പോലൊരു രംഗം. മക്കളെ വിളിച്ച് അടുത്തിരുത്തി അന്ന് വേണോട്ടം പറഞ്ഞ വാക്കുകൾ ചേച്ചി പറയുമ്പോൾ ശരിക്കും ദുഃഖം തോന്നും. ഏതാണ്ട് നിയോഗം പോലെ വേണോട്ടം നമ്മളെ വിട്ടു പോകുമ്പോൾ സ്വർഗം തുറക്കുന്ന സമയം നമ്മൾ വീണ്ടും വീണ്ടും കാത്തിരിക്കുന്നു. എൻ്റെ മനസ്സിലെ എൻ്റെ ജീവിതത്തിലെ ഒരുപക്ഷെ ഏറ്റവും അർത്ഥവത്തായ മുഹൂർത്തം ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വാസുവേട്ടൻ്റെ ഒരു തിരക്കഥ സംവിധാനം ചെയ്യാൻ കഴിഞ്ഞതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അർത്ഥവത്തായ മുഹൂർത്തം. നിയോഗങ്ങളും നിമിത്തങ്ങളും കൂടി ചേരുമ്പോൾ നമ്മളൊന്നും മനസ്സിലാക്കുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ എഴുത്തുകാരൻ നമ്മളോടൊപ്പം ഈ നിമിഷം ജന്മദിനം കൊണ്ടാടുമ്പോൾ ഇത് തന്നെയാണ് അർത്ഥവത്തായ മുഹൂർത്തം. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഏറ്റവും പ്രതിഷ്ഠ നേടിയിട്ടുള്ള ചലച്ചിത്ര പ്രതിഭകളോടൊപ്പം
ഫോം ലഘുചിത്രമായി ഉപയോഗിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഹരം കണ്ടെത്തിയിട്ടുള്ള, അതിലൂടെ സിനിമ പഠിച്ച ഒരാളെന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പ്രോജക്റ്റ് ചെയ്യാൻ സാധിച്ചത്, അതും മലയാള ചെറുകഥയിലെ ഏറ്റവും ഉന്നത ശ്രേഷ്ഠനായിട്ടുള്ള ശ്രീ ടി വാസുദേവന്റെ ഒരു കഥ അധികരിച്ചുകൊണ്ട് വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവമായിരുന്നു. പ്രത്യേകിച്ചും ഇതിൻ്റെ കഥ തിരക്കഥ ഒക്കെ ഡിസ്കസ് ചെയ്യാനും ഒക്കെ ആയിട്ട് സാറിൻ്റെ വീട്ടിൽ ചെലവഴിച്ച നിമിഷങ്ങൾ. ഇതിന് പ്രത്യേകതയും കൂടിയുണ്ട്. സാറിൻ്റെ സഹധർമ്മിണി കലാമണ്ഡലം സരസ്വതി ടീച്ചർ ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. മാത്രമല്ല അശ്വതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ ഒരു കുടുംബ സെറ്റിലായിരുന്നു ഇതിൻ്റെ ചിത്രീകരണമൊക്കെ. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അവസരം സമ്മാനിച്ചതിന് ന്യൂസ് വാല്യൂ ഫിലിംസിന് പ്രധാനമായിട്ടും ഇത് സരിഗമ, അതുപോലെ ഇന്നത് നമുക്ക് മുമ്പിലെത്തിക്കുന്ന പ്രേക്ഷകർക്ക് മുമ്പിലെത്തിക്കുന്ന Z5 പ്ലാറ്റ്ഫോമിൽ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. എൻ്റെ സഹപ്രവർത്തകർക്കെല്ലാം നന്ദി പറയുന്നു. നമസ്കാരം. അടുത്തതായി പുതിയ കാലഘട്ടത്തിലെ സംവിധായകരിൽ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ ഫഹദ് ഫാസിലിനെ നായകനാക്കിക്കൊണ്ട് വിട്ടുകൊടുക്കാത്ത എൻ്റെ പ്രിയപ്പെട്ട MD സാറിന് ജന്മദിനാശംസകൾ. അദ്ദേഹത്തിൻ്റെ എഴുത്ത് പുസ്തകങ്ങളിലൂടെ, പ്രത്യേകിച്ച് തിരക്കഥകൾ, DC പബ്ലിഷ് ചെയ്ത തിരക്കഥകളിലൂടെ വായിച്ചാണ് തിരക്കഥ എന്താണെന്ന് നമ്മളെല്ലാം പഠിക്കുന്നത്. ഞാൻ എന്നെപ്പോലെ ചലച്ചിത്ര വിദ്യാർത്ഥി പഠിക്കും. അതിനകത്ത് ആ തിരക്കഥ വായിക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ മുമ്പ് അദ്ദേഹം എഴുതിയിരിക്കുന്ന ആമുഖമുണ്ട്. അതിനകത്ത് ആ കഥ വന്ന വഴിയെക്കുറിച്ച്, അതിൽ പലതും ചുറ്റുപാടിൽ നിന്ന് എങ്ങനെയാണ് കഥകൾ അദ്ദേഹം കണ്ടെത്തുന്നുള്ള ഒരു പാഠമാണ്. ടെക്സ്റ്റ് ബുക്കാണ് ഇന്നും എന്നെപ്പോലുള്ള ചലച്ചിത്രകാരൻ, ഇന്നത്തെ ജനറേഷനുള്ള ഒരു പക്ഷേ സിനിമാ വിദ്യാർത്ഥികളെന്ന് വിളിക്കാവുന്ന സംവിധായകൻ കടമെടുത്തിരിക്കുന്നത്. എനിക്ക് എന്തുകൊണ്ട് ജയരാജ് സാർ പറഞ്ഞ ജയരാജ് സാറിന് കിട്ടിയ സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നില്ല. എന്നിലേക്ക് ഷെർലക്ക് വരികയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് എന്നെ ഷെർലക്ക് ചെയ്യാൻ സാറ് തിരഞ്ഞെടുത്തുകൊണ്ട് എനിക്ക് ഇന്നും അറിയില്ല. സാറുമായി ചെലവഴിച്ച ആ സമയങ്ങൾ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എനിക്ക് ഇടപെടാൻ പറ്റിയ ആ നിമിഷങ്ങളെല്ലാം വളരെ വിലപ്പെട്ടതായി ഞാൻ കാണുന്നു. പ്രത്യേകിച്ചും കേരളത്തിന് പുറത്ത് അധികം കഥകൾ അദ്ദേഹത്തിൻ്റെതായിട്ടില്ല, വളരെ കുറച്ചുള്ളൂ. അതും ഇന്ത്യക്ക് പുറത്ത് അദ്ദേഹം സെറ്റ് ചെയ്യുന്ന ഒരു കഥ, അത് സംവിധാനം ചെയ്യാൻ എനിക്കൊരു അവസരം ലഭിച്ചു. അതിൽ പ്രത്യേകമായിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കിയ ചില സംഭവങ്ങളിൽ വളരെ വളരെ സ്വസ്ഥമായ അദ്ദേഹത്തിൻ്റെ നമ്മൾ കലർന്ന ഭാഷ എന്നോട് അതിൻ്റെ എന്താ പറയുന്നത്, ആ കഥ വന്ന വഴിയെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നു. ഒരുപാട് നന്ദി സാർ. താങ്ക് യു സോ മച്ച്. ന്യൂസ് വാല്യൂവിനും അശ്വതിക്കും, ന്യൂസ് വാല്യൂയുടെ എല്ലാ ബന്ധപ്പെട്ട എല്ലാ നിർമ്മാതാക്കൾക്കും, സരിഗമയ്ക്കും, Z5 താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. അടുത്തതായി ഒരു സിനിമയാണ് എനിക്ക് ചെയ്യാൻ അവസരം കിട്ടിയത്. ഇതിന് അവസരം ടി സാറിനോടും ന്യൂസ് വാല്യൂവിനോടും സരിഗമയോടും ഉള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു. വ്യക്തിത്വമാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ബഹുമാനായ പാസ്വേഡ് പ്രിയപ്പെട്ട MD. അദ്ദേഹത്തിന് ആദ്യം തന്നെ ഞാൻ ജന്മദിനാശംസകൾ നേരുന്നു. നമ്മളെല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന ലോക സാഹിത്യത്തിന് മലയാളം നൽകിയിട്ടുള്ള സംഭാവനയാണ് MD എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യൻ സിനിമയ്ക്കും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നിസ്തുലമാണ്. എഴുത്തിലും അദ്ദേഹം ഇപ്പോഴും ചെറുപ്പമാണ്. നിരന്തരം നവീകരിച്ചുകൊണ്ട് എഴുതാൻ കഴിയുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. എപ്പോഴൊക്കെ കാണുന്നു അപ്പോഴൊക്കെ പുസ്തകത്തിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന MD വായനയിൽ അതിനേക്കാളേറെ ചെറുപ്പമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ 9 തിരക്കഥകൾ മലയാളത്തിൻ്റെ മഹാന്മാരായ സംവിധായകരാൽ, 9 മഹാന്മാരായ നടിമാരാൽ നമ്മുടെ മുൻപിലേക്ക് ആന്തോളജിയായി എത്തുന്നു എന്നത് ഏറെ സന്തോഷകരമാണ്. അതിന് നേതൃത്വം നൽകിയ അശ്വതിയെയും ടീമിനെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പൊതുവെ അല്പം സഭാനുഭവമുള്ള ആളായതുകൊണ്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. ഈ സാധാരണ മലയാളത്തിൽ സംഭവിക്കാത്ത ഒരു സായനമാണ് നമുക്കിന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. ആന്തോളജി വിഭാഗത്തിൽ സിനിമകൾ അപൂർവമായിട്ട്
നമുക്ക് നമുക്ക് ആരുടെ മുമ്പിലും ധൈര്യമായിട്ട് പറയാവുന്ന ഒരു ആന്തോളജി ആയിരിക്കും മലയാള ഭാഷയെ സംബന്ധിച്ച്. മനോരഥങ്ങൾ എഴുത്തുകാരൻ്റെ മനോരഥത്തിൽ കയറി പോകുന്നതാണ്, കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അതിനേക്കാളും വലിയ ചേർന്നൊരു പേരും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ വ്യക്തിപരമായിട്ട് എംടിയായിട്ട് അടുപ്പമുള്ള ഒരാളാണ്. ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രത്യേകത എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത്, അത്ഭുതപ്പെടുത്തുന്നത് അദ്ദേഹത്തിലുള്ള ചെറുപ്പമാണ്. ചെറുപ്പം എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും, സമകാലീന സംഭവങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക, സാമ്പത്തിക, സാഹിത്യ, എല്ലാ കാര്യങ്ങളെ പറ്റിയും അദ്ദേഹത്തിന് നല്ല കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള വളരെ പുതുക്കപ്പെട്ട ഒരു അറിവുകളാണ്. പുതിയ പുസ്തകങ്ങൾ, പുതിയ സാഹിത്യകാരന്മാർ, പുതിയ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ, വിവിധ ഭാഷകളിൽ, ലോകത്തിലെ വിവിധ ഭാഷകളിൽ ഇറങ്ങുന്ന പുസ്തകങ്ങളെ പറ്റിയുള്ള അറിവ്, അത് വായിച്ചിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് പേര് മറന്നുപോയത്, അപ്പം വേണ്ടി ഞാൻ ഫോൺ എടുത്തപ്പോഴെന്നെ വിളിച്ചത്. എനിക്കൊരു പുസ്തകം കൊടുത്തയച്ചിട്ടുണ്ട്. രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് നടന്ന ഒരു സംഭവകഥയെ ആസ്പദമാക്കിയിട്ടുള്ള ഫിക്ഷനാണ്, ഡോക്യുമെന്ററി. ഈ പുസ്തകം എനിക്ക് അശ്വതി കൊടുത്തയച്ചു. എനിക്ക് തന്നേക്കാൻ പറഞ്ഞിട്ട് എൻ്റെ 2 പുസ്തകങ്ങൾ എന്തെങ്കിലും ഒന്നാകാം. പക്ഷെ ഞാനത് വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അത് എൻ്റെ മോളെടുത്ത് പൂർണ്ണമായിട്ട് വായിച്ചു. എന്നെ കൊണ്ട് അത്ര വായിക്കുമ്പോൾ എത്ര ബുക്കാണ്. അപ്പോൾ എൻ്റെ മോള് വായിച്ച് ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ ഞാനും അദ്ദേഹവും തമ്മിൽ വളരെ ദൂരമില്ലെങ്കിലും എൻ്റെ മോളും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്. പക്ഷേ അവർ വായിക്കുന്ന, അവരറിയുന്ന സാഹിത്യത്തിലേക്ക്, സാഹിത്യ കാലത്ത് ജീവിക്കുന്ന ഒരാളാണ്. ഒരു സാഹിത്യ രംഗത്ത് എത്രത്തോളം അപ്ഡേറ്റഡ് ആണ്, എത്രത്തോളം തികച്ചും മുന്നോക്കി സഞ്ചരിക്കുന്ന ആളാണ്. പിന്നെ കടുകണ്ണാവ ഒരു കഥ മാത്രമല്ല, 2 കഥകളാണ് അവളുടെ ഓർമ്മയ്ക്ക്, അല്ലേ, നിന്റെ ഓർമ്മയ്ക്ക്. ഈ സിനിമ ഒരു വലിയ സിനിമയാക്കാൻ ഞാനും രഞ്ജിത്തും കൂടെ നോക്കിയതാണ്. കുറേ വലിയ കഥ, ഒരു പൂർണ്ണ സിനിമയായിട്ട് 40-30 മിനിറ്റിലല്ലാതെ 2 മണിക്കൂർ സിനിമയാക്കാൻ വേണ്ടി അദ്ദേഹത്തെ സമീപിച്ചവർക്ക് അതിൻ്റെ തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു വൈകല്യ കാരണം, ഈ സിനിമ എടുക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ അതിൻ്റെ ഒരു വൈകാരികമായ അടുപ്പം കൊണ്ട് ഇത് തന്നെ ഞങ്ങൾ ആക്കാമെന്ന് തീരുമാനിച്ചതാണ്. വേറെ ഒരുപാട് കഥകളുണ്ട്. ഇതിന് എല്ലാത്തിലും അഭിനയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാം എനിക്ക് തരില്ലാത്തതുകൊണ്ട് എനിക്കൊന്നേ കിട്ടും. അതാണ് കടുകണ്ണാവ നിന്റെ ഓർമ്മയ്ക്ക്. അതിന് കടുകണ്ണാവ ടൈറ്റിൽ. ഞങ്ങളിത് ഇന്ത്യയുടെ എന്താ പറയുക, കുറച്ച് ആത്മാംശമുള്ള സിനിമയാണ്, കഥയാണ്. അതിന് 2 വേഷമാണ് എന്നോട് ചെയ്യാൻ പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നെ അത് ചുരുക്കി ഒന്നാണ്. അങ്ങനെ മൊത്തത്തിൽ എന്നെ കുറുക്കിയെടുത്തിരിക്കുക സിനിമ. കുറച്ചേ ഉള്ളൂ, പക്ഷെ നല്ല ഒരു നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്നൊരു സിനിമയാണ്. നമ്മുടെ സിനിമ പലരും ഇന്ത്യ വായിക്കാൻ തുടങ്ങിയ കാലത്ത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയ കാലത്ത്, ഒരു തറവാടും വിദേശത്ത് പോയ അച്ഛനുമൊക്കെ ആയിട്ടുള്ള ഒരു കഥ. അത് രഞ്ജിയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ സിലോണിലൊക്കെ പോയി ഷൂട്ട് ചെയ്തതാണ്. മഹേഷ് പറഞ്ഞ പോലെ ഞങ്ങൾ ഫോറിലാണ് ഷൂട്ട് ചെയ്തത്. മഹേഷിൻ്റെ ഇവിടെ കാനഡയിലാണ് ഷൂട്ട് ചെയ്തത്, ഞങ്ങളുടെ ഇവിടെ ശ്രീലങ്കയിലാണ് ഷൂട്ട് ചെയ്തത്. അങ്ങനെ പ്രത്യേക ഒരു സിനിമയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ സിനിമയ്ക്ക്, അല്ലെങ്കിൽ ഈ തിരക്കഥയ്ക്ക് ഒരു സാഹിത്യ രൂപം ഉണ്ടായിരുന്നില്ല. തിരക്കഥയ്ക്ക് അങ്ങനെ വായനക്കാരുണ്ടായിരുന്നില്ല, ഒരു സാഹിത്യ രൂപം എന്നല്ല. അത് എംടിയുടെ തിരക്കഥകൾ വായിച്ചിട്ടാണ് സിനിമയ്ക്ക് ഒരു സാഹിത്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനുമുമ്പ് സിനിമ ഉണ്ടായിട്ടുണ്ട്, ലോകോത്തര തിരക്കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം തിരക്കഥ അച്ചടിച്ച് എംടിയാണ് അതിൻ്റെ ആരംഭത്തെക്കുറിച്ച് അച്ചടിച്ച് അത് സാഹിത്യ രൂപമായി പുറത്തിറങ്ങി. അതിന് പിൽക്കാലത്ത് സിനിമാ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ആ തിരക്കഥകൾ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇന്ത്യയുടെ കഥകൾ വായിക്കുമ്പോൾ ഞാൻ തിരക്കഥയായിട്ടാണ് കാണുന്നത്. എനിക്ക് എഴുതാനൊന്നും പറ്റിയില്ല. അതിലൊക്കെ ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് മാറുന്നൊരു സ്വഭാവം പണ്ടുപോലുണ്ട്. ഇപ്പോഴും അതൊക്കെ നോക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ അദ്ദേഹം തമ്മിൽ ഒരു ചെറിയ എന്താ പറയുക, ഒരു ഉടമ്പടി ഉണ്ടാക്കിയുള്ള 2 ചെറുകഥകൾ ഞാൻ വായിക്കാം എന്ന് വേണ്ടി അദ്ദേഹത്തിന് അഡ്വാൻസ് കൊടുത്തു. അതായത് കഥ വായിക്കാൻ ഒരു കഥ, ഒരു 10 പേജോ അല്ല 5 പേജോ 4 പേജോ ഒരു കഥ വായിച്ച് ഏതെങ്കിലും ഒരു TV യിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കൊടുക്കാൻ
ആയിട്ടില്ല. എനിക്ക് ഒരു വർഷം കൂടെ ആയി അത്രേ ഉള്ളൂ. എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസ. ആയുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂന്ന് പേരും ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ മൂന്ന് പേരുടെയും മുഖത്തൊരു സ്വപ്നം ജീവിച്ചപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുത്തപ്പോഴുള്ള അനുഭവം പ്രേക്ഷകരോട് ആദ്യം തന്നെ വിജിറ്റേട്ടൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് സാറിൻ്റെ പിറന്നാളാശംസ. എല്ലാവരും പറഞ്ഞ പോലെ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു സാറിൻ്റെ ഒരു സിനിമയിൽ ഭാഗമാവുന്നത്. അതേക്കുറിച്ച് അറിയില്ലായിരുന്നു. ദൗർഭാഗ്യം പോലെ പ്രിയ സാറിനോട് സംഭവിച്ചു. ഒരു സ്വപ്നം പോലെയായിരുന്നു. ഒരുപാട് സന്തോഷം. ഒരുപാട് ബിസിനസ്സിലൂടെ കാണാൻ വേണ്ടി അവരോട് ഉപയോഗിക്കാൻ തീർച്ചയായിട്ടും ഒരുപാട് ഭാഗ്യം, സന്തോഷം. നമസ്കാരം എം ടി സാർ, പിറന്നാൾ ആശംസകൾ. എല്ലാവർക്കും നമസ്കാരം. എം ടി സാറിന്റെ തിരക്കഥയിൽ മുഖ്യ കഥാപാത്രമായി അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച രണ്ടാമത്തെ സിനിമയാണ് മനോരഥൻ. ഇതിനു മുൻപും ഒരു മുഴുനീള ഫീച്ചർ ഫിലിമിൽ സാറിന്റെ തിരക്കഥയിൽ അഭിനയിക്കാൻ സാധിച്ചു. എൻ്റെ തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ 2000-ന് ശേഷം വന്ന പുതിയ തലമുറയിലുള്ള എത്ര നടീനടന്മാർക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അവാർഡായി ഞാനതിനെ കാണുന്നു. അച്ഛനുമായിട്ട് ഒരുപാട് അടുപ്പം, ആത്മബന്ധം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അച്ഛൻ മാത്രമല്ല, അച്ഛൻ്റെ കുടുംബക്കാര്. ശരിക്കും ഈ കടൽക്കാറ്റ് എന്ന മനോരഥങ്ങളിലെ സെഗ്മെന്റിലാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. എം ടി സാറിന്റെ തന്നെ ബന്ധനം എന്ന ഷോർട്ട് സ്റ്റോറി ആസ്പദമാക്കിയാണ് കടൽക്കാറ്റ് എന്ന സിനിമ ചെയ്തിരിക്കുന്നത്. കോയിൻസിഡന്റ്ലി എനിക്ക് അച്ഛൻ അഭിനയിച്ചതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം സാറ് തന്നെ സംവിധാനം ചെയ്ത ബന്ധനം എന്ന സിനിമയിലെ കഥാപാത്രമാണ്. സോ ഇപ്പോൾ കഥയൊന്നല്ലെങ്കിലും സാറിന്റെ ബന്ധനം എന്ന ഷോർട്ട് സ്റ്റോറിയാണ് ഇവിടെ കടൽക്കാറ്റായിട്ട് വന്നിരിക്കുന്നത്. അതിൽ അഭിനയിക്കാൻ സാധിച്ചു. സോ ഒന്നല്ല, 2 സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ഡബിൾ കൺഗ്രാറ്റുലേഷൻസ് ടു അവർ ബിലവഡ് ഇന്ദ്രജിത്ത്. താങ്ക് യു. സാറിനോടൊപ്പം ഇരുന്ന് സംസാരിക്കാൻ ഒരുപാട് അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല. 1-2 പ്രാവശ്യം ഞാൻ സാറിനെ വീട്ടിൽ പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ സാറിനോട് അടുപ്പമുള്ളവരെല്ലാവരും, അത് അശ്വതിയാണെങ്കിലും സുധീറാണെങ്കിലും എല്ലാവരും പറയുന്നൊരു കാര്യം, ഇന്ദ്രനെ വലിയ കാര്യമാണ്, ഇന്ദ്രനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട്. ഒരുപാട് സന്തോഷം സാർ. എന്താണ് പറയേണ്ടത് എനിക്കറിയില്ല. ആൻഡ് ഈ ഒരു അവസരത്തിൽ ആരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊള്ളുന്നു, പിറന്നാൾ ആശംസകൾ നേർന്നുകൊള്ളുന്നു. വിഷിംഗ് യു എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ സർ. പിറന്നാൾ ആശംസകൾ സർ. ഒരുപാട് സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ആദ്യമായി എം ടി സാറിന്റെ മുന്നിൽ എത്തുന്നത് നീലത്താമര എന്ന സിനിമയുടെ ഓഡിഷന് വേണ്ടിയിട്ട് ലാൽ ജോസ് സാറിനെ വന്ന് കാണാൻ പറഞ്ഞപ്പോഴാണ്. അന്ന് ഒരു മലയാളി ലുക്കില്ല എന്ന് പറഞ്ഞ് എനിക്കതിൽ നിന്ന് മാറേണ്ടി വന്നു. അതിനുശേഷം നീണ്ട 13 വർഷത്തെ കാത്തിരിപ്പാണ് സാറിന്റെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത്. അതിന്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട്. അശ്വതി മാം, സാറിന്റെ മകൾ അശ്വതി മാം ഡയറക്ട് ചെയ്ത ഫിലിമിലാണ് ഞാൻ അഭിനയിക്കുന്നത്. മധുബാലയാണ് എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളത്. ഒരുപാട് സന്തോഷം. താങ്ക് യു. തീർച്ചയായിട്ടും വാഴനാല് കുടുക്കി നിർത്തി ഓടുന്ന ഒരു കാലം, അങ്ങനെയുള്ളൊരു പയ്യൻ, അദ്ദേഹം തന്നെയാണ് ആ കുട്ടിക്കാലം. ഏതാണ്ട് അങ്ങനെയുള്ള ഒരു കുട്ടിക്കാലത്ത് തന്നെയാണ് ഞാനൊക്കെ എം ടി സാറിനെ അറിയാനും സിനിമകളിലൂടെ കാണാനും ഒക്കെ തുടങ്ങിയത്. അന്നുള്ള ഒരു തീവ്രമായൊരു ആഗ്രഹമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളൊക്കെ ഉരുവിടുകയാണ്. അപ്പോൾ സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മമ്മൂക്ക പറഞ്ഞാണെങ്കിൽ ആരേട്ടൻ പറഞ്ഞാണെങ്കിൽ നമ്മളൊക്കെ വീട്ടിൽ വന്നിട്ട് അത് റിപ്പീറ്റ് ചെയ്യും. ആ റിപ്പീറ്റ് ചെയ്യുന്നതിൽ സംഭാഷണങ്ങളുടെ പ്രത്യേകത അറിയാൻ അതിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് സംഭാഷണം മെയ് 11, അതായത് I think it's a great honor which I have received to be a part of his work. And I think second generation or third generation, I think my uncle had done films with him, especially Boropandu. My uncle was the director. And thank you
you so much for making me a part of this film. I think I should thank Priyadarshini also for giving me a chance to be a part of your films. Thank you, sir. ശ്രീ വിനോദ് കോവൂർ. അടുത്തതായി ഈ സിനിമയിൽ നായികയായി അഭിനയിച്ചിരിക്കുന്ന ദ വെരി ബ്യൂട്ടിഫുൾ ദുർഗ കൃഷ്ണ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ശ്രീ ജയരാജ് കോഴിക്കോട്. താങ്ക്സ് ജോയിൻ ചെയ്തതിനു വേണ്ടി ക്ഷണിക്കുകയാണ്. ശിലാലിഖിതം എന്ന സിനിമയ്ക്ക് വേണ്ടിയുള്ള സ്നേഹ സമ്മാനങ്ങളാണ് ഇവിടെ ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രിയദർശൻ സാർ തന്നെയാണ് ഇതും സംവിധാനം ചെയ്തിട്ടുള്ളത്. ഒരുപാട് സന്തോഷം. ഈ സിനിമയിലെ അണിയറ പ്രവർത്തകരും താരങ്ങളുമാണ് ഇപ്പോൾ ഈ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. From Mr. Puneet Goenka, Managing Director and CEO of Zee. Thank you, Amanda. Thank you for your presence. Thank you, Mr. Puneet, for doing the honors.